ഹായ്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഒരു പഴയ സാരിയാണ്. പഴയ സാരി എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ലൈറ്റ് കളറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഡാർക്ക് എങ്ങനെ ചുറ്റും വേണ്ട, നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ്. അപ്പൊ ഈ ഒരു സാരി വെച്ചുകൊണ്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു റെഫറൻസ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഓവർകോട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തയ്യാറാക്കിയാലോ. വെഡിങ്ങിനും അതേപോലെ തന്നെ പല ഫംഗ്ഷനും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. അതും നമ്മുടെ ഈ സാരി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഞാൻ എന്തായാലും ബോഡി പാർട്ട് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നില്ല. കാരണം കോമൺ ആയിട്ട് ചെയ്യുന്ന അതേ മെത്തേഡാണ് ഇതിൽ ചെയ്യുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യുന്നില്ല. കോട്ടിൻ്റെ കട്ടിങ് രീതിയും ആണ് ഞാനിതിൽ ഇടുന്നത്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഞാൻ കട്ട് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പൊ ബാക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. പിന്നെ എപ്പോഴും നമ്മൾ മുന്നിൽ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാവും കേട്ടോ. ആ പാറ്റേൺ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് പേപ്പർ മടക്കിയതിനു ശേഷം ആ പേപ്പറിന് മേലേക്ക് നമ്മൾ ഈ ബാക്ക് പാറ്റേൺ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് അളവില് സെയിം അളവില് നമ്മളതൊന്ന് വരച്ചു കൊടുക്കാം. തെറ്റൊന്നും വരാണ്ട് കറക്റ്റ് അളവിൽ അതേപോലെ സെയിം അളവില് നമ്മള് അര ഇഞ്ച് നമ്മൾ കയറ്റി കൊടുത്ത് കട്ട് ചെയ്ത് കളട്ടോ. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവേ. ഇവിടെ മാർക്ക് ചെയ്തേക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച് നിലനിർത്തിക്കൊണ്ട് ആ 4 ഇഞ്ചിലോടത്തേക്ക് ഇങ്ങനെ മാറ്റിയ എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. അതും ഈ അടിവശത്ത് നമ്മൾ മാറ്റിയോ മറക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫാബ്രിക് നോക്കി വെക്കാം. ഇനി നമ്മള് അടുത്ത ഇവിടെ ട്രെയിനിൽ കാണിക്കാം. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് ബാക്കിലേക്ക് നെക്കൊന്നും വേണം. നെക്ക് ഒരു ചെറിയൊരു നെക്ക് കൊടുക്കണം. ഞങ്ങളൊരു 3 ഇഞ്ചാണ് നെക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. പാറ്റേണിൽ 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. 3 ഇഞ്ചിന്റെ ധാരാളമാണ്. ഒരു 1 ഇഞ്ച് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. 1 ഇഞ്ച് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വല്ലാണ്ട് കുടുക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് അസ്വസ്ഥത ഉണ്ടാകാം. അതുകൊണ്ട് 1 ഇഞ്ച് മാത്രം ഇറങ്ങിയാൽ മതി. ജസ്റ്റ് ഒരു കർവ് നമ്മളിങ്ങനെ വരച്ചു വെക്കാം. ഈ ഒരു കർവിലാണ് റൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതില് ഹോള് വരുന്നുണ്ട് അല്ലെ. നമുക്കിതില് മുകളിൽ നിന്നും ഒരു എത്രയാണ് നിങ്ങൾക്ക്, ചിലർക്ക് ഒരുപാട് ഹോളൊന്നും ഇഷ്ടപ്പെടില്ല. ഇതിപ്പോ ഉള്ളിൽ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്ര ഹോൾ എടുത്താലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് എന്ത് വരുന്നുള്ളൂ. മടക്കടിക്കാനും ലൈനിങ് ഒക്കെ ഇട്ട് മടക്കടിക്കാനുള്ളതുകൊണ്ട് 3 മടക്കടിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു 2 ഇഞ്ചിൽ ചിലപ്പോൾ വന്ന് നിൽക്കും കേട്ടോ. ചിലപ്പോൾ നല്ല 2 ഇഞ്ചിന് വന്ന് നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തേക്കണം. കാരണം ഉള്ളിലേക്ക് മടക്കടിക്കണം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് എത്ര വേണം, നമ്മുടെ ജാക്കറ്റ് എത്ര വേണം എന്നുള്ളതാണ്. ഈ സെയിം ബ്ലൗസിന്റെ ലെങ്ത് അല്ല. അടുത്ത ഭാഗത്ത് ഈ പാറ്റേണില് നമ്മൾ 15 ഇഞ്ച് എടുത്തത് നമ്മൾക്ക് സ്കേർട്ട് പോർഷൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത്രയും എടുത്തതാണ്. മുകൾ വശം അടിച്ച് എന്താ പറയാ ജോയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടും അത്ര തന്നെ എടുത്തു. ഈ കേസിൽ വരുമ്പോൾ 14 തന്നെ എടുത്താൽ മതി. കാരണം 1/2 ഇഞ്ച് നമ്മൾ ഇതിൽ ഫ്രണ്ട് പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇതിൽ സ്കേർട്ട് അടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും വേണ്ടി വരില്ല. ഇവിടെ നിന്ന് 14ന്റെ ഇവിടെ നിന്ന് നമ്മുടെ ഒരു 4 ഇഞ്ച് ഹൈറ്റ്, 4 ഇഞ്ച് 3.5 ഇഞ്ച് ഹൈറ്റിലാണ് എടുക്കുന്നത്. ഈ 3.5 ഇഞ്ച് ഹൈറ്റിന്റെ അവിടെ നിന്നാണ് നമ്മള് എന്ത് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇതെത്രയാണ്, മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് പകുതി തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം. എത്ര ഒരു ഹോള് അവിടെ വരും. ഇതിനേക്കാൾ വലിയ ഹോള് വേണമെന്ന് വെച്ചാൽ ഇത് കയറ്റുവാണ്.
ഇവിടെ ലെങ്ത് 14.5 എടുക്കാണ്. കാരണം നമ്മളിതിൽ സീമൊക്കെ ഉള്ളിക്ക് പോകുന്ന രീതിയിലാണ് ഈ കോട്ട് വരാം. ഇത്രയും ഹോള് വരും. ഇനി ഇവിടെയൊക്കെ നമ്മൾ അടിച്ചും പോകുമ്പോഴും ഇത്രയ്ക്ക് ഹെവി ആയിട്ട് കാണത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ സീമ ഇങ്ങനെ തയ്ച്ച് ഉള്ളിലോട്ട് പോണ കാരണം കൊണ്ട് അടിച്ചു വരുമ്പോൾ ഇതിനേക്കാൾ ചെറുതായിട്ടായിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട്. ഇതിന്റെ കാര്യത്തിൽ നമ്മള് ഫ്രണ്ട് കുഴി നമ്മൾ കുഴിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം 14 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞാണല്ലോ വരുന്നത്. അപ്പൊ നമുക്കിതില് നമ്മുടെ നിപ്പിൾ പോയിന്റ് അറിയണം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിതിന് മുമ്പ് ഞാൻ ഈ ഒരു പാറ്റേൺ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തു കേട്ടോ. 10 ബെസ്റ്റ് പോയിന്റ് വരുന്നത്. നമ്മളിവിടെ കപ്പില്ലാത്തത് കൊണ്ട് ഞാൻ CD വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കിത് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്. നമ്മള് 3.5 ആണല്ലോ. 3.5 നമുക്ക് വിടുത്ത് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഇങ്ങനെ പോണം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്രസ്റ്റിന്റെ അവിടെ നിന്ന് വളച്ച് ചെറുവിരൽ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും എങ്ങനെ ചെയ്യും. വളച്ച് ഇങ്ങനെ എടുക്കുന്നു. ഇതിലൊരു കാര്യം അറിയേണ്ടത്, നിങ്ങളുടെ അണ്ടർ ബ്രസ്റ്റ് എത്രയാണ് കിടക്കണത്, അതായത് അണ്ടർ ബ്രസ്റ്റിന്റെ അവിടെ നിന്ന് എത്രയ്ക്കാണെന്ന് അറിയണം. എന്റേത് ഇപ്പൊ 14 ആണല്ലോ. നമ്മള് ഒരു 3.5 കയറ്റി കഴിഞ്ഞാല് കുഴപ്പമില്ല. ഇത്ര തന്നെ മതിയാകും. 2.5 മതിയാകും. ഈ 2.5 അടുത്ത് ചേർന്ന് വരത്തക്ക രീതിയിൽ തന്നെ നമ്മളിത് വരച്ച് ഫിനിഷ് ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വന്ന് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. നിങ്ങളുടെ അണ്ടർ ബ്രസ്റ്റ് എത്രയാണെന്ന് വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെയ്സ് വേണമെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യും. ഉള്ളിൽ ഡ്രസ്സും കോട്ടായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. മനസ്സിലായി കേട്ടോ. നമ്മളൊരു കട്ടിങ് കൊടുക്കും കേട്ടോ. കട്ടിങ് കൊടുത്തിട്ട് മടക്കി കഴിച്ചിട്ട് ഹുക്ക് വെക്കാതെ കെട്ടൊക്കെ ചെയ്യും. ഈ പാറ്റേൺ നമ്മൾ എങ്ങനെ ചെയ്യും? ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്യാം. അതൊന്നും ഇപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുമ്പ് നമ്മുടെ ആ ഒരു കുർത്തീൻ്റെ പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്യേണ്ടതാണ്. മുമ്പത്തെ വീഡിയോസിലൊക്കെ പ്രിൻസസ് കട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും 4 ഭാഗം കാണേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സ് ചെയ്യണത് അത്ര നിസ്സാര പണിയൊന്നുമില്ലല്ലോ. കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്തെടുക്കണത്. അപ്പോൾ എന്തായാലും അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ മൈക്രോ ഡോട്ട് ഫാബ്രിക് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഫിനിഷിങ് കണ്ടോ? കോട്ടിന് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ രണ്ടും ബാക്കും ഫ്രണ്ടും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇതാണ് ബാക്ക് പോർഷൻ. അപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല വശം ഇത് ഞാൻ ഇത്തിരി കൂടുതലായിട്ട് എടുത്തേക്കണം. ഇത് കറക്റ്റ് അളവാണ് ലൈനിങ്. ഇത് ഒരുമിച്ച് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മള് ഈ വര കണ്ടോ? ഇതിപ്പോ ഞാൻ ഒന്നും കൂടി ഒന്ന് തെളിച്ച് കൂടെയാണ് നമ്മള് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത്. കണ്ടോ? ഈ വരയെ കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം. കാരണം ഇവിടെ നമുക്ക് ഹുക്ക് വെക്കാൻ ഹോൾ ഇടേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മളിത് തയ്ച്ചെടുക്കാണേ. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ഈ ഒരു അളവിൽ തന്നെ ഈ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇവിടെയൊക്കെ നോച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഈ വളവിൽ മാത്രം ഇട്ടേച്ചാൽ മതി. ചെരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ല? ഇത് ഒരു വട്ടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്പോഴത്തേക്ക് മറിച്ചിടണം കേട്ടോ. ഇങ്ങനെ മറിച്ചിടുവേ. എന്നിട്ട് ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് അതിൽ ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള പരിപാടി, നല്ല ഹെവി ലുക്കും വേണം. അപ്പോൾ ഈ ഒരു ലൈസാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് എന്ത് ചെയ്യും, ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്നാണല്ലോ പറഞ്ഞത്. ഇതേപോലെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. ഓരോന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇങ്ങനെ കൊടുക്കാം. ഇതേ സെയിം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയും കൊടുക്കാം, അങ്ങനെ ഇവിടെ കൊടുക്കാം. ഇതേ സംഭവം തന്നെ ഇപ്പുറത്തും വയ്ക്കും. അല്ലേച്ചാൽ ഇതേപോലത്തെ സംഭവം ഉണ്ട്. ഇതേപോലത്തെ ലേസും ഉണ്ട്. സ്ലീവിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ സംഭവം മാത്രം ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇല്ലേച്ച വേറെ സാധനമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതാകെ കെട്ടുപിണഞ്ഞ് കിടക്കാണേ. അപ്പോൾ ഇതേപോലത്തെ ഒരു ലേസും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഈ കൈയിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം. അതാവുമ്പോൾ ലൈറ്റ് ആയിട്ടില്ല. ഇനി അതും അല്ലെങ്കിൽ ഇത് തന്നെ സെയിം സാധനം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഒരു കോട്ടിന് എങ്ങനെ ആരി വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഹെവി ആയിട്ട് ഭംഗിയാക്കി എടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വെച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഹെവി ലുക്ക് കിട്ടണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇത് തന്നെ സംഭവം വീണ്ടും വയ്ക്കുക. ഇതിലാകുമ്പോൾ കുറച്ച് പേൾസും കൂടെ ഉള്ളുമ്പോൾ അതിൻ്റെതായ ആ ലുക്കും കൂടെ കുറച്ചും കൂടെ കിട്ടും. ഈ സംഭവം കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അപ്പം എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ താഴ്വശം കൂടെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതുപോലെ, അതായത് ഇവിടെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. എന്നാലാണ് ഇതേപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം നമ്മൾ ചെയ്യണത് ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം നമ്മൾ നേരത്തെ വയ്ക്കാം. ഇവിടെ നമ്മൾ ഓപ്പണിങ് കൊടുക്കും. എന്നാലേ നമുക്കിത് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളവിടെ ലൈസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിൽ നമ്മൾ നെക്ക് ഫിനിഷിങ് കൂടെ, നെക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചിരിഞ്ഞു പോയോ എന്നൊരു തോന്നില്ല. അതുകൊണ്ട് ഞാൻ നേരേക്ക് വെക്കാൻ അടുത്താണ് കേട്ടോ. സെൻറ്റർ വരുന്നത് ഇതാണ്. സെൻറ്റർ വരുന്നത് ഈ സെൻറ്ററിൽ നിന്ന് നമ്മളിതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഭാഗം വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ താഴ്ഭാഗം ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ പോരാ ഇതുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവിടെയൊക്കെ അടിച്ചിട്ടൊക്കെ ഇട്ട് ഇതെല്ലാം സെറ്റ് ആയി. ഇനി നമ്മളിത് നല്ലപോലെ ആക്കി എടുക്കണം. ഇതെങ്ങനെ നമ്മളെങ്ങനെ ആക്കും? ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് നമ്മളിതൊക്കെ കൂടെ ചുട്ടിക്കുട്ടേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. എത്രമാത്രം ശരിയാകും എന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. ഇതൊക്കെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെയും കൂടെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. സെറ്റാണ്, സീനൊന്നുമില്ല. കറക്റ്റായിട്ടോ, നല്ല നീറ്റിൽ വന്നിട്ടുണ്ട്. സക്സസ് വന്നു. നമുക്കത് അയൺ ചെയ്തിട്ട് വരാം ഞാൻ. അപ്പം നമ്മൾ ബാക്ക് പാർട്ടും നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് ബോഡി നമ്മളിതൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടൊക്കെ നമുക്ക് ലൈനിങ് കാണാത്ത രീതിയിലൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഈ പൈനൊന്നും മുതിരുന്നില്ല. ഇതിങ്ങനെ വെച്ച് കറക്റ്റ് ലെവലിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ,
ഇത് ചെയ്യാം എന്നിട്ട് ബാക്കി നമുക്കുള്ള ഇതോളൊക്കെ വെക്കാം, ലൈസൊക്കെ. അപ്പോൾ ലൈസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാട്ടോ എനിക്ക് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഡബിൾ ടാപ്പ് ഉണ്ട്, അതായത് 2 സൈഡും പശയുള്ളതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ അത് അയൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഡയറക്റ്റ് അയൺ ബോക്സ് വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പേൾസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ബേണായി പോവും. സോ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ വല്ല തുണിയോ അല്ല എന്തെങ്കിലും തലോണ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറ സൈഡിൽ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒട്ടിപ്പിടിച്ചിരുന്നോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്കത് ചെയ്താൽ നല്ല പെർഫെക്ഷനായിട്ട് നമുക്കത് കിട്ടും കണ്ടോ. നമുക്ക് ഹെമ്മിങ്ങിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഇടാറ്, അതായത് ഞാൻ കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വരുന്നത്, ഫിനിഷിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ നെക്കിൽ നമ്മൾ ഇവിടെ ഹെമ്മി ചെയ്ത് കൊടുക്കാറ് പതിവ്. ഹെമ്മി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം, ഇതങ്ങ് നിവർത്തിയിട്ടിട്ട് ഈ ലൈനിങ്ങോട് ചേർത്തിട്ട് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതും നല്ലൊരു അടിപൊളി മെത്തേഡാണ് കേട്ടോ. അതായത് എൻ്റെ ഡ്രസ്സുകൾക്കൊക്കെ കൂടുതലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾക്ക് ഹെമ്മി ചെയ്ത് ഭംഗിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പുറത്ത് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഹെമ്മി ചെയ്ത് ഭംഗിയാക്കി കൊടുക്കും. പക്ഷെ ഇത് വൃത്തികേടൊന്നും വരില്ല കേട്ടോ, നല്ല നീറ്റ്നെസ് ഇതിനും കിട്ടും കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം ഞാൻ ശ്രമിക്കും. ഇങ്ങനെയായിട്ടിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച, അതായത് 2-3 ദിവസം മുന്നേ ഞാൻ ഇട്ടൊരു വീഡിയോയിൽ പാനൽസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 32 പാനൽസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഹാഫായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫുള്ളി പാനൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ലീവ് കട്ട് ചെയ്തില്ല. എന്ത് പറയാനാ, കാരണം ഇത് സാരി ആയതുകൊണ്ട് തന്നെ തുണിയില്ല. ഞാൻ സ്കേർട്ടിനും കോട്ടിനും എല്ലാത്തിനും ഇത് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് സ്ലീവില്ല. എന്ത് ചെയ്യും, ഒന്നും നോക്കില്ല. രാത്രി തന്നെ പോയി കടയിൽ പോയിട്ട് വാങ്ങി. പക്ഷെ കിട്ടിയ തുണി ഇതാണ്. എന്ത് ചെയ്യാനാ, ഹസ്ബൻഡിൻ്റെ കൂടെ പോയത് തൊട്ട് വേറെ കടയൊന്നും കയറി ഇറങ്ങാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ആളെ ദേഷ്യം പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഈ സംഭവം മേടിച്ചിട്ട് ഇവിടെ പോകുന്നു. ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല, മെച്ചാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. പിന്നെ എനിക്കാണല്ലോ, അപ്പോൾ അതങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് ഞാനത് തന്നെ എടുത്തു. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് ഫാസ്റ്റാക്കി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു, അറ്റാച്ച് ചെയ്തു, പാനൽസ് അറ്റാച്ച് ചെയ്തു, അത് ലോക്ക് ചെയ്ത് കൊടുത്തു. ഇതിൽ ലൈനിങ്ങും നമ്മൾ പാനൽസായിട്ടാണ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അമ്പർല കട്ട് ചെയ്യാൻ തികയില്ല. അപ്പോൾ അതുകൊണ്ട് പാനൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ അതും കഴിഞ്ഞു. ഫാസ്റ്റായിട്ട് നമ്മളിത് മൊത്തം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സംഭവം ടോട്ടൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വായും. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഫുൾ ഡ്രസ്സ്. ഫൈനൽ ലുക്ക്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാവുന്നതാണ്. ഈ ദുപ്പട്ടയ്ക്ക് കുറച്ചുകൂടെ വർക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇത് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇങ്ങനെ യൂസ് ചെയ്യാം. ഗ്രീൻ ഷോളായിരിക്കും ഓറഞ്ച് ഷോളിനേക്കാളും നല്ലത്. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.